വെച്ചോളൂ ഫോണില്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രശസ്തമായ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കലാരംഗത്ത് പ്രസിദ്ധരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ചുമാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന, സിമ്പിളായിട്ട് കേൾക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പോസ് ചെയ്യും, ആ സമയത്ത് അതുവരെയുള്ള സെക്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ചാണ്. കേരള സാഹിത്യ അക്കാദമി ഇത് നിലവിൽ വന്നത് 1956 ഒക്ടോബർ 15 നിലവിൽ വന്ന വർഷം 1956 ഒക്ടോബർ 15. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അല്ലെ. ഇനി 1956 തിരുവനന്തപുരത്താണ് ഈ കേരള സാഹിത്യ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം 1957 അതിന്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. അപ്പൊ ഇപ്പോൾ നിലവില് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ 56 തിരുവനന്തപുരത്തായിരുന്നു, 57 ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കരായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കരായിരുന്നു. അതിനുശേഷം ഓരോ വർഷം തോറും ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പൊ നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് K. സച്ചിദാനന്ദനാണ്. K. സച്ചിദാനന്ദനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. കവിയാണ് K. സച്ചിദാനന്ദൻ കേട്ടോ. അപ്പൊ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്, പ്രസിഡന്റ് ആയിട്ടുള്ളത് K. സച്ചിദാനന്ദനാണ്, കവിയാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ 1-2 പ്രസിദ്ധീകരണങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, ഇത് രണ്ടും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഈ 2 പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയ മറ്റൊരു കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമി ഇത് സ്ഥാപിക്കപ്പെട്ടത് 1957 ഏപ്രിൽ 26. ഇതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിന്റെ സെന്റർ എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ 2 സെന്റേഴ്സ് നമ്മൾ കണ്ടു. കേരള സാഹിത്യ അക്കാദമി കണ്ടു, കേരള സംഗീത നാടക അക്കാദമി കണ്ടു. ഇനി കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേരള നാടക സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഇനി കേരള സാഹിത്യ നാടക അക്കാദമിയുടെ സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാനായിരുന്നു. മങ്കു തമ്പുരാൻ. നിലവിലെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. നിലവിലെ ആള് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അപ്പൊ സംഗീതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ഇവിടെ ചെയർമാനായിട്ട് നിലനിർത്തുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാനായിരുന്നു. നിലവില് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇനി കേരള നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി. കേളി. ഇനി ഇവര് എല്ലാ വർഷവും ഫെലോഷിപ്പുകൾ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസഹായം കൊടുക്കും. അങ്ങനെ 2024 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പിന് അർഹരായവരെ കുറച്ചുപേരെ പേര് കൊടുക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. വീണ വിദ്വാനായിട്ടുള്ള A. അനന്തപത്മനാഭൻ, നാടകകൃത്തും സംവിധായകനുമായിട്ടുള്ള സേവ്യർ പുലിപ്പാട്ട്, നർത്തകിയും നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം സരസ്വതി. ഇവർക്ക് 3 പേർക്കുമാണ് 2024 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയത്. അപ്പൊ സംഗീത നാടക അക്കാദമിനെ കുറിച്ച് വളരെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാണ് ആരംഭിച്ചത്, നിലവിലെ ചെയർമാൻ ആരാണ്, ഫെലോഷിപ്പ്, പ്രസിദ്ധീകരണങ്ങൾ. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തതിലേക്ക് കേരള ലളിതകലാ അക്കാദമി. ലളിതകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ശില്പങ്ങളുടെ വികസനം, സംരക്ഷണം, ഉദ്ധാരണം, ഈ 3 ലക്ഷ്യങ്ങളെ മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള
സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1962 ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പൂക്കാവാണ്, തൃശ്ശൂർ ചെമ്പൂക്കാവ്. കേരള സാഹിത്യ അക്കാദമിയും ചെമ്പൂക്കാവ് റോഡ് തന്നെയാണ്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സംഗീത നാടക അക്കാദമി എല്ലാം തൃശ്ശൂർ ചെമ്പൂക്കാവ് പാലസ് റോഡിന് ചുറ്റുവട്ടത്തായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ 3 നമ്മൾ ആദ്യം പറഞ്ഞതെല്ലാം എവിടെയാണ് ഇതിന്റെ സെന്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്? തൃശ്ശൂരാണ്. ഇനി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡാണ് രാജ രവിവർമ്മ പുരസ്കാരം. ഇപ്പൊ കലാരംഗത്ത് സ്പെഷ്യലി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു രംഗത്ത് ലളിതകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് രാജ രവിവർമ്മ പുരസ്കാരം. ഇതും എല്ലാ വർഷവും ഓരോരുത്തർക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രഥമ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG സുബ്രഹ്മണ്യം. ആദ്യത്തെ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG സുബ്രഹ്മണ്യം. ഇനി 2024 ഈ രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർക്കാണ്. സുരേന്ദ്രൻ നായർ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കണം എന്നുള്ളത് കൊണ്ട് ഇത് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ആദ്യത്തെ KG സുബ്രഹ്മണ്യം, 2024 സുരേന്ദ്രൻ നായർ. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് M രാജവർമ്മ രാജയാണ്. M രാജവർമ്മ രാജ. ഓക്കെ. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. ഈ നിലവിലെ ചെയർമാൻമാരെയും നിലവിലെ ഫെലോഷിപ്പുകൾ നേടിയ ആളുകളെയും കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനി കേരള ലളിതകല അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനാണ് ചിത്രവാർത്ത. ചിത്രവാർത്ത. ഇനി അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി. ഫോക്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. നോക്കിക്കോളൂ, കേരളത്തിലെ നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് കേരള ഫോക്ലോർ അക്കാദമി. ഇത് സ്ഥാപിതമായത് 1995 ജൂൺ 28. ഇനി എവിടെയാണ് ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്, ചിറക്കൽ. കണ്ണൂര് ചിറക്കലാണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇനി PK കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. PK കാളൻ പുരസ്കാരം. ഈ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. ഫോക്ലോർ അക്കാദമി കൊടുക്കുന്ന അവാർഡാണ് PK കാളൻ. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ G ഭാർഗവൻ പിള്ളയായിരുന്നു. ആദ്യത്തെ ചെയർമാൻ G ഭാർഗവൻ പിള്ള. നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണൻ. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പുലി. ഇത് മുഖപത്രമാണ് കേട്ടോ അവരുടെ. അപ്പൊ 4 എണ്ണമാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഏതൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമി ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമി 1956 ആരംഭിച്ചത്. തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം 1957 ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നത് സർദാർ KM പണിക്കരായിരുന്നു. നിലവിൽ K സച്ചിദാനന്ദൻ, കവിയായിട്ടുള്ള K സച്ചിദാനന്ദനാണ് നിലവിൽ ചെയർമാനായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇനി ഇതിന്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാന്ന് പറഞ്ഞു. ഇവർ പുറത്തിറക്കുന്ന 2 പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളവും സാഹിത്യ ലോകവും. അതിനുശേഷം രണ്ടാമത് നമ്മൾ പറഞ്ഞത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമി ഇത് സ്ഥാപിക്കപ്പെട്ടത് 1958 ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാനാണ്. നിലവിലെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇവർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് കേളി. ഇവർ 2024 ഒരു ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. 2024 ഫെലോഷിപ്പ് കിട്ടിയവര് വീണ വിദ്വാനായിട്ടുള്ള A അനന്തപത്മനാഭൻ, നാടകകൃത്തും സംവിധായകനുമായിട്ടുള്ള സേവ്യർ പുൽപ്പാട്ട്, അതുപോലെ നർത്തകിയും നൃത്ത അധ്യാപികയുമായിട്ടുള്ള കലാമണ്ഡലം സരസ്വതി. ഇത്രയും പേർക്കാണ് 2024 ഫെലോഷിപ്പ് കൊടുത്തത്.
അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലളിതകല അക്കാദമി, പെയിന്റിങ്, ചിത്രകല, ശില്പകല, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്ന സ്ഥാപനമാണിത്. നിലവിൽ വന്നത് 1962 സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇനി ഇവരെ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ആദ്യത്തെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് KG സുബ്രഹ്മണ്യത്തിനാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? സുരേന്ദ്രൻ നായർക്കാണ്. ഇനി ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് M രാജവർമ്മരാജയാണ്. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. ഇനി ഇവർ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്നത് നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അത് 1995 ആരംഭിച്ചത്. ചിറക്കൽ, കണ്ണൂർ ചിറക്കലാണ് ഇതിന്റെ ആസ്ഥാനം. PK കാളൻ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഫോക്ലോർ അക്കാദമിയാണ്. ഇതിലെ ആദ്യത്തെ ചെയർമാൻ G ഭാർഗവൻപിള്ളയാണ്. നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. ഇവരുടെ മുഖപത്രം അല്ലെങ്കിൽ പ്രസിദ്ധീകരണമാണ് പൊലി. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തരാം. ഈ 4 ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം 1 മിനിറ്റ് സമയം കിട്ടും. വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അഞ്ചാമത്തേലേക്ക് കിടക്കാം. അടുത്തത് നമുക്ക് പറയാനുള്ളത് കേരള കലാമണ്ഡലത്തെ കുറിച്ചാണ്. നോക്കിക്കോളൂ. വള്ളത്തോൾ നാരായണ മേനോൻ കവിയാണ്, അറിയാലേ. മുകുന്ദരാജയും രണ്ടുപേരും കൂടി ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. നിലവിൽ വന്നത് 1930 1936 കലാമണ്ഡലത്തിന്റെ കളരികളും ഭരണകേന്ദ്രവും സജീവമാകുന്നത്. അപ്പോൾ 1930 വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. 1930 നിലവിൽ വന്നു. ഇനി പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ അല്ലെങ്കിൽ ചെറുതുരുത്തി എന്ന് നമ്മൾ പറയും. അവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് നിലവില് കേരള സർക്കാർ സ്ഥാപനമാണ്. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് 1957 ഇതിന് ഡീംഡ് യൂണിവേഴ്സിറ്റി അഥവാ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007 അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാനൊക്കെയുള്ള പവർ ഉണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി അല്ലെങ്കിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് ഏത് വർഷമാണ്? 2007 ഇനി കേരള കലാമണ്ഡലം സന്ദർശിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരള കലാമണ്ഡലം സന്ദർശിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണനാണ്. നിലവിലെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്കാണ് അല്ലെ, അത് ഡോക്ടർ B അനന്തകൃഷ്ണനാണ്. ഡോക്ടർ B അനന്തകൃഷ്ണൻ. അപ്പൊ ഇത്രയാണ് കേരള കലാമണ്ഡലത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. 1930 നിലവിൽ വന്നത്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വള്ളത്തോൾ നഗർ അല്ലെങ്കിൽ ചെറുതുരുത്തി, തൃശ്ശൂർ തന്നെയാണ്. ഇനി കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് 1957 ഇനി കൽപ്പിത യൂണിവേഴ്സിറ്റി പദവി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ലഭിച്ചത് 2007 ആദ്യമായിട്ട് കേരള കലാമണ്ഡലം സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്കധികം കേട്ടുപരിചയമില്ലാത്ത ഒരു സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഗുരു ഗോപിനാഥ് നടനഗ്രാമം. നമ്മൾ ലാസ്റ്റ് പഠിച്ച കലയുടെ ക്ലാസ്സിൽ ഗുരു ഗോപിനാഥിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരള നടനം ആവിഷ്കരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ 1994 ആരംഭിച്ച സ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം.
തിരുവനന്തപുരമാണ്, വട്ടിയൂർക്കാവാണ്. ഈ ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ്. ഇനി ഇത് തിരുവനന്തപുരത്ത് ഈ ഒരു വിശ്വകലാകേന്ദ്രം സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥ് ആണ്. 2023 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് കുമുദിനി ലാഖിയ എന്ന നർത്തകിക്കാണ്. കുമുദിനി ലാഖിയ. 2024 അവാർഡ് ആർക്കാണെന്ന് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. 2023 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് കുമുദിനി ലാഖിയ എന്ന നർത്തകിക്കാണ്. ഒന്നുകൂടി നോക്കിക്കോളൂ. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 1994 ആരംഭിച്ചത്. ദേശീയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ്. ഇനി ഈ ഒരു വിശ്വകലാകേന്ദ്രം സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥ് തന്നെയാണ്. 2023 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുമുദിനി ലാഖിയ എന്ന നർത്തകിക്കാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ്. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1977 1977. ഇത് സ്ഥിതി ചെയ്യുന്നത് അരണാട്ടുകര, തൃശ്ശൂരുള്ള സ്ഥലമാണ് അരണാട്ടുകര. അപ്പൊ അരണാട്ടുകരയിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപകൻ ജി ശങ്കരപിള്ളയാണ്. സ്ഥാപകൻ ജി ശങ്കരപിള്ള. സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു 3 കൂടി കണ്ടു. ഏതൊക്കെയാണ്? ഗുരു ഗോപിനാഥ് നടനഗ്രാമം, സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ്, അതുപോലെ തന്നെ കേരള കലാമണ്ഡലം. ഈ 3 എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. 1 മിനിറ്റ് സമയം തരാം, അതിനുള്ള എല്ലാവരും വായിച്ചു നിർത്താം. വായിച്ചു എന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഈ സെക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ചോദിക്കുകയാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഒക്കെ ഡയറക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും മാറിയതായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കാണുകയാണെങ്കിൽ അതും ഒന്ന് അറിയിക്കാം. ഓക്കെ, ഞാൻ നോക്കി അപ്ഡേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അടുത്തിലേക്ക് കിടക്കുകയാണ് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ. നമുക്ക് ഏകദേശം 13ഓളം പ്രശസ്തരായ കലാകാരന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ വ്യക്തിയാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിലെ ചക്രവർത്തി എന്നും അല്ലെങ്കിൽ ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. ഇനി കേരള സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. സംഗീത രംഗത്തെ മികവിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നൽകുന്ന പരമോന്നതമായ പുരസ്കാരമാണ് സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം. ഓക്കെ, സ്വാതി തിരുനാൾ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം. ഇനി പ്രഥമ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ്. ഇത് ഞാൻ കലയുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു പേര് ഓർമ്മയുണ്ടാവും വിചാരിക്കുകയാണ്. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ഇദ്ദേഹത്തിനാണ് ആദ്യത്തെ പ്രഥമ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത്. ഇനി ആദ്യ വനിത, ഈ സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് DK പട്ടമ്മാൾ. DK പട്ടമ്മാൾ. ഇനി സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം നേടിയ ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ. ബിസ്മില്ല ഖാൻ. ഇദ്ദേഹം ഷേണായി വിദഗ്ധനാണ്. ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഉപകരണ സംഗീതം വിദഗ്ധരായിട്ടുള്ള ഒരാൾക്ക് സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിക്കുന്നത് കേട്ടോ. ഇനി 2024 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവാണ് PR കുമാര കേരളവർമ്മ. PR കുമാര കേരളവർമ്മ. ഇത് 2024 പുരസ്കാര ജേതാവാണ് കേട്ടോ. അപ്പോ ആദ്യം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. ആദ്യം ലഭിച്ച വനിത എന്ന് പറയുന്നത് DK പട്ടമ്മാളാണ്. ആദ്യം ലഭിച്ച
ഉപകരണ സംഗീത വിദഗ്ധനാണ് ബിസ്മില്ല ഖാൻ. 2024 അവാർഡ് ജേതാവാണ് PR കുമാര കേരളവർമ്മ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഷഡ്കാല ഗോവിന്ദമാരാർ. ഷഡ്കാല ഗോവിന്ദമാരാർ ഇത് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. അതുപോലെ തന്നെ സ്വാതി തിരുനാളിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചിരുന്നു അല്ലെ. ഈ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ആസ്ഥാന വിദ്വാൻമാരിൽ ഒരാളായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സാധാരണഗതിയില് കർണാടക സംഗീതത്തില് 4 കാലങ്ങളിലാണ് സംഗീതം ആലപിക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിന് 6 കാലങ്ങളിൽ സംഗീതം ആലപിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് വന്നത്. ഷഡ്ഭുജം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, 6 ഭുജങ്ങളുള്ളതാണ് ഷഡ്ഭുജം. ഷഡ്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കാലങ്ങളിൽ ഗാനം ആലപിക്കാൻ കഴിവുള്ളത് ഷഡ്കാല ഗോവിന്ദമാരാർ. ഓക്കെ, മാരാരുടെ ആലാപന വൈഭവത്തില് ആകർഷനായിട്ടാണ് ശ്രീ ത്യാഗരാജസ്വാമികള് എന്തരോ മഹാനുഭാവലു എന്നുള്ള ഗാനം രചിച്ചിട്ടുള്ളത്, എന്ന കീർത്തനം രചിച്ചിട്ടുള്ളത്. ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന സംഗീതജ്ഞരിലുള്ള ഒരാളായിരുന്നു. സാധാരണ കർണാടക സംഗീതത്തിലെ 4 കാലങ്ങളിലാണ് ഗാനാലാപനം നടക്കാറുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിന് വിപരീതമായിട്ട് 6 കാലങ്ങളിൽ പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആലാപന വൈഭവത്തിൽ നിന്നാണ് ത്യാഗരാജസ്വാമികള് ഏത് പാട്ടുണ്ടാക്കിയത്, ഏത് കീർത്തനം രചിച്ചത്? എന്തരോ മഹാനുഭാവലു എന്ന് പറയുന്ന കീർത്തനം രചിച്ചത്. ക്ലിയർ ആണല്ലോ. അടുത്തത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇത് പാലക്കാട് ജില്ലയിലെ ചെമ്പൈയിൽ ജനിച്ച 1896 ജനിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ്. അപ്പൊ വളരെ ഉറച്ച ശബ്ദത്തോടുകൂടി, ശബ്ദമാധുര്യോടുകൂടി, ഭക്തിയോടുകൂടി കീർത്തനാലാപനങ്ങൾ നടത്തി പ്രസിദ്ധനായ വ്യക്തിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഉന്നത പുരസ്കാരമായിട്ടുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് 1973 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 1974 ഇദ്ദേഹം മരിക്കുന്നത്. ഈ ചെമ്പൈ സംഗീതോത്സവം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെമ്പൈ സംഗീതോത്സവം അല്ലെ, അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എല്ലാ വർഷവും നടത്തി വരുന്ന സംഗീതോത്സവമാണ്. അപ്പോൾ ആ ഒരു സംഗീതോത്സവത്തിൽ അതിനോട് ചേർന്ന് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരവും നൽകപ്പെടുന്നുണ്ട്. പുരസ്കാരത്തിന്റെ പേര് ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. ഇനി ഈ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഉൾപ്പെടുന്ന കുറച്ച് പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. KJ യേശുദാസ്, TV ഗോപാലകൃഷ്ണൻ, P ലീല, ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പേരുകൾ പറഞ്ഞത്. 3 പേര്. സ്വാതി തിരുനാളിനെ കുറിച്ച് പറഞ്ഞു, ഷഡ്കാല ഗോവിന്ദമാരാരെ കുറിച്ച് പറഞ്ഞു, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ TV ഗോപാലകൃഷ്ണൻ. തൃപ്പൂണിത്തറയില് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് TV ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വിശ്വനാഥൻ ഗോപാലകൃഷ്ണൻ. തൃപ്പൂണിത്തറ വിശ്വനാഥൻ ഗോപാലകൃഷ്ണൻ എന്നാണ് ഫുൾ നെയിം. ഇനി കേരളത്തിലെ കർണാട്ടിക് മ്യൂസിക്കിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തികളിൽ ഒന്നാണിത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു. ഇനി ഇതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി സംഗീതാലാപനം, മൃദംഗം, വയലിൻ, ഇതിലും അദ്ദേഹം വളരെ അഗ്രഗണ്യനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഴിവുണ്ടായിരുന്നു ഇതിലെല്ലാം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പോലെ തന്നെ ഇദ്ദേഹത്തിനും മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2014 ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മൃദംഗം ലയസുധ, നാദബ്രഹ്മം, പെർഫെക്ഷൻ ഓഫ് ഇന്ത്യ, അമൃതവാഹിനി, ഇതൊക്കെ ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ആൽബങ്ങളാണ്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് 5ാമത്തെ ആള്, KJ യേശുദാസ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കട്ടാശ്ശേരി ജോസഫ് യേശുദാസ് എന്നാണ്. ഗാനഗന്ധർവൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് ഗാനഗന്ധർവൻ. എന്നാൽ ചോദ്യം ഇങ്ങനെയാണ്,
ഗാനഗന്ധർവൻ എന്ന് യേശുദാസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ഗാനഗന്ധർവൻ എന്ന പേര് നൽകിയത്. ജി ശങ്കരക്കുറുപ്പിനെ അറിയാലോ അല്ലെ, കവിയാണ്. 1940 ജനുവരി 10 കൊച്ചിയിലാണ് ജനിക്കുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന പിന്നണി ഗായകനാണ്. ചലച്ചിത്ര, ഭക്തി, ശാസ്ത്രീയ സംഗീത മേഖലകളിലൊക്കെ ഒരുപാട് ഗാനങ്ങൾ ഇദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം ഒരു 8 തവണയിൽ കൂടുതൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അല്ലെ. ഇനി മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ളത് KJ യേശുദാസ് ആണ്. ഇനി ഇദ്ദേഹം ആദ്യമായി പിന്നണി ആലപിച്ചിട്ടുള്ള സിനിമയാണ് കാൽപ്പാടുകൾ. ഇനി 65ാമത് ദേശീയ പുരസ്കാര വേദിയിൽ വെച്ച് ഇദ്ദേഹത്തിന് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. അത് പോയി മറഞ്ഞ കാലം എന്ന ഗാനത്തിനാണ്. ഇതൊരു നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം നേടിയ KJ യേശുദാസൻ ആ അംഗീകാരം ലഭിച്ചത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? സിനിമയുടെ പേര് വിശ്വാസപൂർവ്വം മനസ്സുഖം. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കൂടാതെ ഹരിവരാസനം അവാർഡ്, ഫെഫ്ക അവാർഡ്സ്, കേരള സംഗീത നാടക ഫിലിം അവാർഡ്, അക്കാദമി അവാർഡ്, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ, പത്മശ്രീ 3 ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് KJ യേശുദാസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിക്കാം. അപ്പൊ നമ്മൾ 5 പേരുടെ പേരുകൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ 3 പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ. അടുത്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, 1 മിനിറ്റ് സമയം തരാം. ആദ്യത്തെ 5 എണ്ണം വായിച്ചു, അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് വേഗം വേഗം തീരുന്ന ചെറിയ ചെറിയ സെക്ഷനാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിച്ചേ. അടുത്ത ആളെ പരിചയപ്പെടാം അല്ലെ. 6ാമത്തെ വ്യക്തിയാണ് പാറശാല ബി പൊന്നമ്മാൾ. ഇദ്ദേഹം കേരളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള കർണാടക സംഗീതജ്ഞയാണ് കേട്ടോ. പാറശാലയിലാണ് ജനിച്ചിരിക്കുന്നത്, തിരുവനന്തപുരം പാറശാല. ഇനി തിരുവനന്തപുരം കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി കച്ചേരി നടത്തിയിട്ടുള്ള വനിതയാണ് പാറശാല ബി പൊന്നമ്മാൾ. ഇനി 1939 തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് ഇദ്ദേഹം. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് കേട്ടുപരിചയമുള്ള കുറച്ച് പേരുകൾ ഇവിടെ ഉണ്ട്. നോക്കൂ. പ്രധാന ശിഷ്യ സമ്പത്ത് നെയ്യാറ്റിങ്കര വാസുദേവൻ, ഡോക്ടർ ഓമനക്കുട്ടി, MG രാധാകൃഷ്ണൻ. ഡോക്ടർ ഓമനക്കുട്ടീനെ ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാവില്ല. MG രാധാകൃഷ്ണൻ അറിയായിരിക്കും. MG ശ്രീകുമാർ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകന്റെ ചേട്ടനാണ് MG രാധാകൃഷ്ണൻ. ഇവരുടെ 2 പേരുടെയും സഹോദരിയാണ് ഡോക്ടർ ഓമനക്കുട്ടി. ഓക്കെ. ഇനി ഈ പൊന്നമ്മാൾ എന്ന് പറയുന്ന ഈ ഒരു സംഗീത വിദഗ്ധയ്ക്ക് 2017 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട അവാർഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് അറിയേണ്ട, നമ്മൾ അത്ര പരിചയമില്ലാത്ത മറ്റൊരാളാണ് ഡോക്ടർ ഓമനക്കുട്ടി. കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞയും അധ്യാപികയുമാണ്. ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത്. MG രാധാകൃഷ്ണന്റെയും ഗായകൻ MG ശ്രീകുമാറിന്റെയും സഹോദരിയാണ്. ഇനി കർണാടക സംഗീതത്തില് സ്വാതി തിരുനാൾ കൃതികളുടെ ഇന്ന് കാണുന്ന ചിട്ടവട്ടം കൊണ്ടുവന്നത് ഡോക്ടർ ഓമനക്കുട്ടിയാണ്. അതാണ് ഈ ഒരു സംഗീതജ്ഞയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് കാണുന്ന സ്വാതി തിരുനാൾ കൃതികളുടെ ചിട്ടവട്ടം കൊണ്ടുവന്നത് ഓമനക്കുട്ടിയാണ്. ഇവർക്കും ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഫെല്ലോഷിപ്പ്, സ്വാതി തിരുനാൾ പുരസ്കാരം, അങ്ങനെ. ഓക്കെ. ഇനി അടുത്തത് നെയ്യാറ്റിങ്കര വാസുദേവൻ. ഇദ്ദേഹത്തിന്റെ പേരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ ശിഷ്യഗണത്തിൽ ഇപ്പൊ കണ്ടിരുന്ന ഒരു പേരാണ്. കർണാടക സംഗീതജ്ഞനാണ്. നെയ്യാറ്റിങ്കരയിലാണ് ജനിച്ചത്. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ കീഴിലാണ് ഇദ്ദേഹം എന്ത് പഠിച്ചത്? സംഗീതം അഭ്യസിച്ചിട്ടുള്ളത്. ഇനി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് മറ്റ് പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
അടുത്തത് നോക്കാനുള്ളത് MK ശങ്കരൻ നമ്പൂതിരി. പ്രശസ്തനായിട്ടുള്ള മലയാള ചലച്ചിത്ര പിന്നണി ഗായകനാണ്. പെരുമ്പാവൂരാണ് ജനിച്ചിട്ടുള്ളത്. TV ഗോപാലകൃഷ്ണൻ, മാവേലിക്കര പ്രഭാകര വർമ്മ, അതുപോലെ KV നാരായണസ്വാമി എന്നിവർക്ക് കീഴിലാണ് ഇദ്ദേഹം സംഗീതം അഭ്യസിച്ചിട്ടുള്ളത്. സംഗീത നാടക അക്കാദമി പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. KS ചിത്ര. KS ചിത്ര പേര് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. മലയാളത്തിന്റെ വാനമ്പാടി എന്നാണ് ആരറിയപ്പെടുന്നത്? KS ചിത്ര അറിയപ്പെടുന്നത്. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായികയാണ് KS ചിത്ര. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗീകരിക്കപ്പെട്ടത്. അംഗീകരിക്കല്ല, സോറി, ആദരിക്കപ്പെട്ടത്. തുടർച്ചയായി കേരള സംസ്ഥാന മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 11 തവണ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മാവേലിക്കര പ്രഭാകര വർമ്മ. ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ള കർണാടക സംഗീതജ്ഞനാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ പൗത്രനാണ് കേരള ഇപ്പൊ നമ്മൾ പറഞ്ഞ മാവേലിക്കര പ്രഭാകര വർമ്മ. ഇനി മാവേലിക്കരയിലാണ് ജനിച്ചത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ MK ശങ്കരൻ നമ്പൂതിരി, നെയ്യാറ്റിങ്കര വാസുദേവൻ എന്നിവർ ശിഷ്യരാണ്. 2008 അന്തരിക്കുന്നത്. അടുത്തത് കുടമാളൂർ ജനാർദ്ദനൻ. പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് കേട്ടോ ഇദ്ദേഹം. പുല്ലാങ്കുഴൽ വിദഗ്ധനാണ് കുടമാളൂർ ജനാർദ്ദനൻ. കേരളത്തിലെ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചു. കർണാടക സംഗീത മേഖലയിലെ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. ഇദ്ദേഹം കുറച്ച് ആൽബങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേരുകളൊന്നും വായിച്ചു നോക്കിയാൽ മതി. ഇനി പുല്ലാങ്കുഴൽ കൂടാണ്ട് മൃദംഗം, വയലിൻ ഇതിലെല്ലാം അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വയലിനിൽ ഡിഗ്രി നേടിയിട്ടുണ്ട് അദ്ദേഹം. ഈ പാട്ടിന്റെ വരികൾ വായിക്കുന്ന സാധാരണ പുല്ലാങ്കുഴൽ വായനക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഗീതത്തിലെ രാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇദ്ദേഹം കൂടുതലായിട്ടും വായനകൾ നടത്തിയിട്ടുള്ളത്. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ള ഒരാളാണ് രാജേഷ് ചേർത്തല. ഇദ്ദേഹം പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. ഈ പുല്ലാങ്കുഴൽ വിദഗ്ധന്മാരുടെ രണ്ടാമത്തെ ആളാണ് നമ്മളിപ്പോ പറഞ്ഞു കേട്ടോ. ഓരോ പേരുകളും നോട്ട് ചെയ്ത് വെച്ചോളൂ. ചേർത്തലയിൽ ജനിച്ചു. പല സിനിമകളിൽ ഇദ്ദേഹം പുല്ലാങ്കുഴൽ വായിച്ചിട്ടുണ്ട്. വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പാശ്ചാത്യ, കർണാടക, ഹിന്ദുസ്ഥാനി സംഗീത വിഭാഗങ്ങളുടെ ഒരു ഫ്യൂഷൻ രീതിയാണ് കൂടുതലായിട്ട് അവലംബിച്ചിട്ടുള്ളത്. 108 മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് മുരളി നാരായണൻ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് TN കൃഷ്ണൻ. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള കർണാടക സംഗീതത്തിലെ വയലിൻ വിദഗ്ധനാണ് ഇദ്ദേഹം. അപ്പൊ നമ്മള് പാട്ട് കഴിഞ്ഞു, പുല്ലാങ്കുഴൽ കഴിഞ്ഞു, അടുത്തത് വയലിൻ. കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. 3 പേരെയാണ് ത്രിമൂർത്തികൾ എന്ന് വിശേഷിപ്പിക്കുക അല്ലെ. അപ്പൊ ഒരാളുടെ പേര് നമ്മളിപ്പോ കണ്ടു, ബാക്കി 2 പേരെ പേര് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ലാൽഗുഡി ജയരാമൻ, MS ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ഈ ത്രിമൂർത്തികളിൽ. ബാക്കി 2 പേർ തൃപ്പൂണിത്തുറയിലാണ് ജനിച്ചത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ, അതുപോലെ ആലത്തൂർ ബ്രദേഴ്സ്, അരിയങ്കുടി രാമാനുജ അയ്യങ്കാർ എന്നീ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം ഇദ്ദേഹം കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വയലിൻ കലാകാരനാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്രാസ് അക്കാദമിയുടെ ഏറ്റവും വലിയ പുരസ്കാരമാണ് സംഗീത കലാനിധി പുരസ്കാരം. അത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തറ ദേവസ്ഥാനത്തെ ആസ്ഥാന വിദ്വാൻ പദവിയും ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 2020 ഇദ്ദേഹം മരിക്കുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് B ശശികുമാറിനെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ പ്രശസ്ത കർണാടക സംഗീതജ്ഞനും വയലിനിസ്റ്റും അധ്യാപകനും ഗാനരചയിതാവും ഒക്കെയാണ് ഇദ്ദേഹം. തിരുവനന്തപുരത്താണ് ജനിച്ചിരിക്കുന്നത്. സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന സൃഷ്ടികളാണ് ഗുരു സാക്ഷാ പരബ്രഹ്മം, മാധവ മാനവം, കാവേരി, കർണകി. ഇതൊക്കെ
ഓൾ ഇന്ത്യ റേഡിയോയുടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളവയാണ്. ഇനി നമ്മൾ ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? അത് ഇദ്ദേഹത്തിന്റെ അനന്തരവനാണ്. ഇനി ഗായകരായിട്ടുള്ള ജി വേണുഗോപാൽ, കാവാലം ശ്രീകുമാർ, കല്ലറ ഗോപൻ, വിധു പ്രതാപ് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടവരാണ്. ഇദ്ദേഹത്തിനും സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത ഫെലോഷിപ്പ് അവാർഡ് ഇതൊക്കെ ഫെലോഷിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി യുവതലമുറയിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വയലിനിസ്റ്റും അതുപോലെ സംഗീത സംവിധായകനുമാണ് ബാലഭാസ്കർ. തിരുവനന്തപുരത്താണ് ജനിച്ചത്. തിരുവനന്തപുരം, അതിന്റെ സ്പെല്ലിംഗ് ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞു നമ്മളൊരു വയലിനിസ്റ്റ് ആയിട്ടുള്ള ബി ശശികുമാറിന്റെ അനന്തരവനാണ് ഇദ്ദേഹം. ഇലക്ട്രിക്കൽ വയലിൻ കേരളത്തിൽ പരിചയപ്പെടുത്തിയത് ബാലഭാസ്കറാണ്. ഈ 17-ാം വയസ്സിൽ മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയതോടുകൂടിയാണ് മലയാള സംഗീത രംഗത്തേക്ക് ഇദ്ദേഹം വന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞനാണ് ഇദ്ദേഹം. ഇനി മംഗല്യ പല്ലക്ക്, പാഞ്ചജന്യം, മോക്ഷം, കണ്ണാടി കടവത്ത് തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ ഇദ്ദേഹം സംഗീത സംവിധാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ആൽബംസ് ഉണ്ടായിരുന്നു. ഇതുകൂടാണ്ട് ബിസ്മില്ല ഖാൻ യുവ സംഗീതക പുരസ്കാർ, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് വയലിനിലെ ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2018 ഇദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. ഓക്കെ, 16 എണ്ണാണ് നമ്മളിപ്പോ നിലവിൽ പറഞ്ഞത്. ബാക്കി നമ്മൾ വായിച്ചു നിർത്തിയെടുത്ത് നിന്ന് ഒരു തവണ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ തരുന്ന സമയത്ത് കൃത്യമായിട്ട് വായിക്കണം എല്ലാവരും. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഏകദേശം തീരാറായിട്ടോ നമ്മുടെ. അടുത്തത് പാലക്കാട് TS മണി അയ്യർ. മൃദംഗ വിദ്വാൻമാരിൽ പ്രധാനിയാണ് മണി അയ്യർ. മൃദംഗാണ് കേട്ടോ. പ്രധാനപ്പെട്ട മൃദംഗ വാദക ത്രയങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ആ ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതില് ആരുണ്ടാവും? 3 പേരുണ്ടാവും. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ബാക്കി 2 പേരെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. പളനി സുബ്രഹ്മണ്യ പിള്ള, രാമനാഥപുരം CS മുരുക ഭൂപതി, ഇവരാണ് ബാക്കി 2 പേര്. അതിന്റെ കൂടെ 3ാമത്തെ ആളാണ് TS മണി അയ്യർ. പഴയന്നൂരിലാണ് ജനിച്ചത്. 9-ാം വയസ്സിൽ മൃദംഗത്തിൽ അരങ്ങേറ്റം. അതിനുശേഷം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആസ്ഥാന വിദ്വാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1966 സംഗീത കലാനിധി പട്ടവും പത്മഭൂഷൺ ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാവേലിക്കര വേലുക്കുട്ടി നായർ. ഇദ്ദേഹവും പ്രധാനപ്പെട്ട മൃദംഗ വിദ്വാനായിരുന്നു. മാവേലിക്കരയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മൃദംഗ വിദ്വാനുമാണ്, അതുപോലെ തന്നെ കർണാടക സംഗീതജ്ഞനുമാണ് കേട്ടോ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പാലക്കാട് മണി അയ്യരുടെ ശിഷ്യനാണ് ഈ മാവേലിക്കര വേലുക്കുട്ടി നായർ. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ മൃദംഗ വിഭാഗത്തിലെ ആദ്യ അധ്യാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹം തയ്യാറാക്കിയ മൃദംഗ പാഠ്യപദ്ധതിയാണ് കേരളത്തിലെ എല്ലാ സംഗീത കോളേജുകളിലും മൃദംഗ വിഭാഗം പിന്തുടർന്നു വരുന്നത് കേട്ടോ. അതുപോലെ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് നോക്കുക, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, അതിൽ ടാഗോർ സമ്മാൻ, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, മൃദംഗ കലാശിരോമണി അവാർഡ് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് കുഴൽമന്നം G രാമകൃഷ്ണൻ. കേരളത്തിൽ നിലവിലുള്ള മൃദംഗ വിദ്വാൻമാരിൽ പ്രശസ്തനാണ് ഇദ്ദേഹം. ഓക്കെ, മൃദംഗം തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും മേഖല. 1971 ഇദ്ദേഹം ജനിക്കുന്നത്. 501 മണിക്കൂർ കൊണ്ട് മൃദംഗം വായിച്ച് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയ ആളാണ് ഇദ്ദേഹം. 5 ഗിന്നസ് റെക്കോർഡുകളാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ളത്. ആ ഒരു സൃഷ്ടിനെ പറയുന്ന പേരാണ് സദ് മൃദംഗം. 5 ഗിന്നസ് റെക്കോർഡാണ് ഉള്ളത്. ഇനി കേന്ദ്ര സർക്കാർ മൃദംഗത്തിന്റെ ഭാരം കുറഞ്ഞ ഒരു രൂപം പരികൽപ്പന ചെയ്യുന്നതിനുള്ള പേറ്റന്റ് ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്തത് പെരുവനം കുട്ടന്മാരാർ. കേട്ടിട്ടുള്ള പേരാണ് അല്ലെ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ചെണ്ട കലാകാരനാണ് നമുക്ക് പറയാം. ഇപ്പൊ പെരുവനത്താണ് ജനിച്ചിരിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലെ. 10-ാം വയസ്സിൽ ചെണ്ടയിൽ അരങ്ങേറ്റം. തൃശ്ശൂർ പൂരം അടക്കം നിരവധി ക്ഷേത്രങ്ങളിലെ
മേള പ്രമാണിയാണ് ഇദ്ദേഹം. ഇനി പെരുവനം കുട്ടന്മാരാർ ആദ്യമായിട്ട് മേളപ്രമാണിയാവുന്നത് ഗുരുവായൂർ ദശമി വിളക്കിനാണ്. തുടർന്ന് രാജ്യം 2011 പത്മശ്രീ നൽകി ഇദ്ദേഹത്തിനെ ആദരിച്ചിരുന്നു. ഇനി ഇതിനോട് ചേർന്ന് നമുക്ക് പറയാവുന്ന മറ്റൊരു പേരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കൊട്ടിന് മട്ടന്നൂർ എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെണ്ടമേളത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് മട്ടന്നൂർ. ഇനി ജനിച്ചത് 1954 തലശ്ശേരി മട്ടന്നൂർ എന്ന് പറയുന്ന തലശ്ശേരിയിലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജനനം. കേരളത്തിലെ സാംസ്കാരിക അടയാളമാക്കിയ തായമ്പക എന്ന് പറയുന്നത് ഒരു വാദ്യമേളാണെന്ന് അറിയാലോ അല്ലെ. നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് തായമ്പക വരവ് ഒരു ചടങ്ങുണ്ട്. അങ്ങനെ അതിനെ ലോകോത്തര നിലവാരത്തേക്ക് ഉയർത്തിയ വ്യക്തിയാണ് മട്ടന്നൂർ. സംഗീത നാടക അക്കാദമി അതുപോലെ പത്മശ്രീ പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി ഫ്യൂഷൻ സംഗീതത്തില് ചെണ്ടയുടെ പ്രാധാന്യം കാര്യമായിട്ട് വന്നത് ഇദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെയാണ്. അടുത്തത് പല്ലാവൂർ അപ്പുമാരാർ. വാദ്യരംഗത്തെ അതികായനായിട്ടുള്ള വ്യക്തിയാണ്. പാലക്കാട് പല്ലാവൂരിൽ ജനിച്ചു. പഞ്ചവാദ്യം, തായമ്പക, സോപാന സംഗീതം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു. 3 ഐറ്റാണ് പറഞ്ഞത്: പഞ്ചവാദ്യം, തായമ്പക, സോപാന സംഗീതം. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് കുറെ വർഷങ്ങളായിട്ട് പ്രമാണം കൊട്ടിയിരുന്നത് പല്ലാവൂർ അപ്പുമാരാരായിരുന്നു. ഇദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2002 ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിനുള്ള ആദരസൂചകമായി കേരള സർക്കാർ ഏറ്റവും മികച്ച വാദ്യ കലാകാരനുള്ള പുരസ്കാരമായിട്ട് പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് നൽകി വരുന്നുണ്ട്. ഇനി ഇതിനോട് ചേർത്ത് നമ്മൾ പറയാനുള്ള ഏകദേശം അവസാനത്തെ ആളാണ് ഞരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീതത്തിന്റെ കുലപതിയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സോപാന സംഗീതത്തിന്റെ കുലപതി. ഫെബ്രുവരിയിൽ 1916 പാലക്കാട് ജില്ലയിൽ ഇദ്ദേഹം ജനിച്ചത്. ജനിച്ച സ്ഥലത്തിന്റെ പേര് അലനല്ലൂർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലും അതുപോലെ തന്നെ പരപ്പനാട് രാമക്കുറുപ്പിന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. ഇനി കേരളത്തില് അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വരുന്ന സോപാന സംഗീതങ്ങളെ കുറച്ചുകൂടി ജനകീയവൽക്കരിച്ചത് ഇദ്ദേഹമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ജനഹിത സോപാനം എന്ന പേരിലുള്ള ജനകീയ രൂപം ഇദ്ദേഹം അവതരിപ്പിച്ചു. സോപാന സംഗീതത്തിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് ജനകീയ സോപാനം. അത് ആവിഷ്കരിച്ചത് ഞരളത്ത് രാമപൊതുവാളാണ്. ഇദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അതുപോലെ ഗുരുവായൂരപ്പൻ സമ്മാനം ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടാണ് സോപാനം. ഇനി ലാസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, മണിമാധവ ചാക്യാർ. കേരളത്തിലെ പ്രശസ്ത കൂത്ത് കൂടിയാട്ടം കലാകാരനാണ് ഇദ്ദേഹം. കൂത്ത് കൂടിയാട്ടം മണി മാധവ ചാക്യാർ. പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്തിലാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. പാലക്കാട് കിള്ളിക്കുറിശി മംഗലം. ഇനി 11ാം വയസ്സിലാണ് അരങ്ങേറ്റം നടത്തുന്നത്. ക്ഷേത്രകലകളായിട്ടുള്ള കൂത്ത് കൂടിയാട്ടം ഇവയെ മതിൽക്കെട്ടിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. കൂത്ത് കൂടിയാട്ടവും മതിൽക്കെട്ടിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ശാസ്ത്ര വിശാരദനെന്നും രസാഭിനയ ചക്രവർത്തി എന്നും ഒക്കെ ഇദ്ദേഹത്തിന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കൂത്ത് കലാകാരനാണ് കേട്ടോ. ഇനി PK നാരായണൻ നമ്പ്യാർ. മിഴാവ് വാദ്യക്കാരനാണ്. മിഴാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ അല്ലെ? ഒരു മൺകുടം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് മിഴാവ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി മിഴാവ് വാദ്യ കലാകാരൻ ഈ ഒരു പോയിന്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് പഠിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയിക്കാം. 1927 കിള്ളിക്കുറിശി മംഗലം ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛൻ മണി മാധവ ചാക്യാരുടെ കീഴിലാണ് ഇദ്ദേഹം കൂത്തും കൂടിയാട്ടവും അഭ്യസിച്ചത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മണി മാധവ ചാക്യാരുടെ മകനാണ്. പ്രധാന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കേരള കലാമണ്ഡലം അവാർഡ്, ഗുരുവായൂരപ്പൻ അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മശ്രീ ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കുറച്ച് കലാകാരന്മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളും. ഇത് അത്യാവശ്യം വെയിറ്റേജ് വരുന്ന പോർഷൻ ഒന്നുമല്ല, ചെറിയ പോർഷനേ ഉള്ളൂ.
അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് താൻ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ സെക്ഷൻ ഒന്ന് വായിക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന പോർഷൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് വായിക്കുക. വായിച്ചാൽ മാത്രമേ ഇത് തല നിൽക്കുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരിക്കും അല്ലെ?